അങ്ങോട്ട് നോക്കാതെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? നീ നേരെ നോക്കി കയറേ. പതിയെ പോട്ട്, പതിയെ അങ്ങോട്ട് കൊണ്ട് താഴോട്ട് തിരിഞ്ഞു നോക്കരുത്. പോട്ടെ, വേണ്ട അവിടെ വരുന്ന വഴിയാ. പതിയെ പിടിച്ച് കയറണേ. പിടിച്ചേ കയറാവേ. അമ്മ ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്കിനി പേടിയാ. നീ പതുക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കയറിയാൽ മതി. ഞാനേ ബാഗ് കൊണ്ട് വരത്തില്ലായിരുന്നു, ഇത്രയും റിസ്ക് ആയിരുന്നെങ്കിലേ. ശരി അമ്മല്ലേ, അവിടെ ഇരിക്കേ. ഇരിക്കുന്ന ഇരുത്തോ. ഓക്കെ, പതുക്കെ വരണേ. പതുക്കെ വരത്തുള്ളൂ ഞാൻ. പെതിയെ വാ. നീ കരയല്ലേ. ഈ മലയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു കയറിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4800 അടിയാണ്. ചിന്തിച്ചു നോക്കേ. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെരുപ്പിട്ടുണ്ട്. കുഴപ്പമില്ല, പ്രശ്നമില്ല. പോട്ടെ ഓക്കെ. அப்படிங்களா? ஓ, சேஃபல்ல. சேஃபெல்லாம் உண்டு. நீங்க எந்த ஒரு திங்ஸுமே எடுத்துறாதீங்க வெளியில. பேக்ல திங்ஸ் எடுக்காதீங்க. ஓகே இத வச்சு இங்க அடிக்கிறதுக்கு கோரம் கிட்ட வந்து கட்டினா ஓடிரும். திங்ஸ் மட்டும் எடுக்காதீங்க. பிஸ்கட் இல்ல இந்த எல்லாம் சாப்பிடுவீங்க, எதுமே எடுக்காதீங்க. எடுக்காத இல்லையா? பேக் ஓபன் பண்ணி எது ஓபன் பண்ணா உங்களுக்கு ஓடிந்துரும். ഓക്കെ. ഇനി നമുക്ക് വടി ഉപയോഗിച്ച് നടക്കാം. ഫോൺ അങ്ങനെ എടുത്ത് വെക്ക്. ഫോൺ തിരിച്ചു വെക്കാം അല്ലേ? കാരണം കുരങ്ങനുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം ഫോൺ തിരിച്ച് വെക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കടന്ന് ഏറ്റവും മുകളിൽ പോകണം. പക്ഷേ റിസ്ക് ആണ്. ഫോണും ഇതും പിടിച്ച് നമ്മൾ കയറുന്നത് ഒന്നാമത് ഇവിടെ പേടി തൂറിയും കൂടാ. ഈ പടിയുണ്ടോ? ഈ പടി എന്ന് പറഞ്ഞാൽ കൈവിട്ട നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്താണ്. ഫുൾ ഇരുട്ടാണ്, പ്രകാശമൊന്നും ഇതിനകത്ത് കിടക്കില്ല. പ്രകാശം എന്ന് പറയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അണയാത്ത ഒരു വിളക്ക് മാത്രമാണ് കേട്ടോ. ഇതാണ് മഹാദേവന്റെ പ്രതിഷ്ഠ. ഇത് നമ്മുടെ മരിയാസിന്റെ കൺമഷിയാണ്. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. കാരണം നമുക്ക് സാധാരണ ചില കൺമഷികൾ എഴുതുമ്പോൾ നീറ്റല് എരിച്ചിലൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് എഴുതുമ്പോൾ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഭയങ്കര ഒരു അടിപൊളിയാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മരിയാസിന്റെ വെബ്സൈറ്റിലോ ആമസോണിലോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഹായ് കൂട്ടുകാരെ, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്നേരം ഈ ഒരു യാത്രാ അനുഭവം വേറെ ലെവൽ തന്നെ കേട്ടോ. കയറിയാലോ? വയ്യ കേട്ടോ. ഞങ്ങൾ ഏകദേശം 3 മണിക്കൂർ എടുത്ത് ഇവിടം വരെ നടന്നെത്താൻ വേണ്ടി. ഓരോ സ്റ്റെപ്പും വെക്കുമ്പോഴും വയ്യ, കഥയ്ക്കുവാണ്. കാരണം അത്രയും ശബരിമലയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് പല 3 മണിയായി. 3 മണിയായോ? 3 മണിക്കൂറായി. 3 മണിയായെന്ന്. 3 മണിയായോ? അതോ 2 മണിയോ? 2 മണി. 3 മണിക്കൂർ. 3 മണിക്കൂറല്ലേ? 11, 12, 1 അല്ല 11, 12, 1 4 മണിക്കൂറായോ? 2 മണി ആവുന്നു. 2 മണിയാകുമ്പോൾ 4 മണിക്കൂറായോ? അതായത് 10:55 ഇറങ്ങി. 11:55 ആയപ്പോൾ 1 മണിക്കൂർ, 12:55 2 മണിക്കൂർ, 11:55 3 മണിക്കൂർ. 3 മണിക്കൂറായി കേട്ടോ. അന്നേരം ഞങ്ങൾ കയറാൻ പോവുകയാണ്. 3 മണിക്കൂർ എടുത്താണ് ഇവിടെ വരെ എത്തിയത്. അടുത്ത കയറ്റം അങ്ങോട്ടാണ്. അത് പെട്ടെന്ന് കയറി തീരുമെന്ന് തോന്നിച്ച് റിസ്ക് നമ്മൾ എടുക്കും ഇല്ലേ? എൻ്റെ തോളിലെ ബാഗുണ്ട്. ഈ ബാഗിൻ്റെ വെയിറ്റൊക്കെ ഇട്ടാണ് ഇവിടെയും വലിച്ചു കയറ്റിയാണ് ഈ മലയുടെ മേളിൽ വരെ എത്തിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് സങ്കടം തോന്നിയേ. കാരണം കഷ്ടമുണ്ട്, അതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, അന്നേരം കയറിക്കോ. അന്നേരം കയറുകയാണ്. പേടിയാണോ വിനീഷ? പേടിയുണ്ട് എനിക്ക്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തോന്നും നമുക്ക് ഒരുപാട് ഇതായിട്ട് തോന്നും, പക്ഷെ പ്രശ്നമില്ല. കുഞ്ഞു പടികൾ കയറണം. കയറിയേ പറ്റൂ. നമുക്ക് അവിടെ ചെന്ന് ആ ശിവൻ്റെ പ്രതിഷ്ഠ കാണണ്ടേ? അതിൽ നിന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. നീ അല്ലാതെ സൈഡ് കയറുന്നെങ്കിൽ പോയാൽ മതി. കേട്ടെ, ഞങ്ങൾ മല കയറുകയാണ്. പോട്ട് അമ്മമാരവിടെ നിന്ന് വെള്ളം വെക്കുന്നതാണ്. പിള്ളേരവിടെ മേളിലുണ്ട് കേട്ടോ, കുറേ ആൾക്കാരെ. അവരവിടെ നിന്ന് വെള്ളം വെക്കുന്നതാണ്. ഉണ്ടോ? ഞങ്ങൾ വരുന്ന വഴിയാ. പോട്ടെ കയറ്. പേടിയൊന്നും വേണ്ട, നീ കയറേ.
ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും എടേ ഒരു പെൺകുട്ടികൾക്ക് കിട്ടാത്ത ചില ഭാഗങ്ങൾ നിന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഇവിടം വരെ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷയാണോ? അല്ല, കയറി ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് പോവാല്ലേ? ചെരുപ്പൊന്നും ഇടണ്ട, നീ ചെരുപ്പിട്ടുകൊണ്ട് കയറിയാൽ മതി. പതുക്കെ അങ്ങ് പിടിച്ചങ്ങ് കയറിയാൽ മതി. ഞാൻ നിൻ്റെ പിറകിലുണ്ട്, പേടിക്കണ്ട. പോട്ടെ എന്താ പോട്ടെ, പതുക്കെ അങ്ങ് പോയാൽ മതി. അയ്യോ പതുക്കെ 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 പതിയെ. അമലെ പെതിയെ വാ. അയ്യോ എന്താ ഞങ്ങൾ വരുന്ന വഴിയുണ്ടോ? എൻ്റെ പൊന്നോ, ആ ഭാഗമുണ്ടോ? അയ്യോ ഫുള്ള് കോടയാണ്. സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ നടന്ന് ദാ ഇവിടം വരെ എത്തിയത്. ഇനി കയറാൻ കിടക്കുന്ന കണ്ടോ? ഇത് ഫുള്ള് കയറാൻ പോവുകയാണ്. പതുക്കെ കയറിക്കോ. പതിയെ വരാം. പോട്ട് പോട്ട് ചകര കയറ്. ഇഷേ അങ്ങനെ ഭയപ്പെടാതെ, ഞാൻ താഴെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പതുക്കെ കയറിയാൽ മതി. പോട്ട്. അയ്യോ അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. ഒരെണ്ണാൻ അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. അയ്യോ എന്നാ തണുപ്പാ. ഇങ്ങനെ കയറി നമ്മൾ മേളി വരും. അയ്യോ കൈലാസനാഥനെ കാണണമെങ്കിലേ ഇച്ചിരി റിസ്ക് എടുത്തേ പറ്റൂ ജീവിതത്തിൽ. പോട്ട്. എങ്ങനെയുണ്ട്? ഈ വടി ഇവിടെ കളയട്ടെ. വടിയോ? വടി ആണെങ്കിൽ കളഞ്ഞു നീ. വടി കളാ, ഇത്രയും കൊണ്ടുവന്നില്ലേ, കള. പതുക്കെ കയറിയാൽ മതി. പതുക്കെ പതിയെ പോയാൽ മതി. പതിയെ. വടി കളഞ്ഞോ? കുരങ്ങനൊന്നും കാണത്തില്ലായിരിക്കും ഇനി അങ്ങോട്ട്. പോട്ട്. പതുക്കെ പതിയെ. അമൽചേട്ടാ പെതുക്കെ വരണേ, സൂക്ഷിച്ച് പെതുക്കെ വരണേ. എനിക്ക് പേടിയാവുന്നു. അങ്ങോട്ട് നോക്കാതെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? നീ നേരെ നോക്കി കയറേ, അങ്ങോട്ട് നോക്കരുത്. പോ. ഞാൻ വരാം. പതിയെ പോട്ട്. പതിയെ അങ്ങോട്ട് താഴോട്ട് തിരിഞ്ഞു നോക്കരുത്. പോട്ടെ. കണ്ടോ അവിടെ വരുന്ന വഴിയാ. പതിയെ പിടിച്ച് കയറണേ. പിടിച്ചേ കയറാവേ. അമ്മ ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്കിനി പേടിയാ. നീ പതുക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കയറിയാൽ മതി. ഞാനേ ബാഗ് കൊണ്ട് വരത്തില്ലായിരുന്നു, ഇത്രയും റിസ്ക് ആയിരുന്നെങ്കിലേ. ശരി അമലേ, അവിടെ ഇരിക്കണ്ടോ? ഇരിക്കുന്ന ഇരുത്തോ? ഓക്കെ. അവിടെ വലിയ കുഴപ്പമില്ല. പോട്ട്. അത് റെസ്റ്റ് എടുക്കണം. അത് ഫോൺ പോകരിക്കുന്നത്. അത് ബാഗ് വെക്കണോ? ബാഗ് വെക്കണേ വെക്കാം. നീ കയറുന്ന സമയത്ത് ചിലപ്പം പോയാലോ? വല്ലാതെ പേടിയാവുന്നു. എന്തിന്? ഭയക്കാതെ. ഇങ്ങനെ ഭയന്നാ എന്ത് ചെയ്യും? എൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം എന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ലാന്നല്ല. പോട്ട് ഞാനുണ്ട് പറയാം. വേണ്ട അമ്മച്ചേട്ടാ, ഇങ്ങനെ സ്റ്റെപ്പ് പകുതിയിട്ട് വന്നാൽ മതി. എന്നാ പോട്ട്. എന്താണെന്നറിയോ, വീടല്ലോ കേട്ടോ. സൂക്ഷിച്ച് കയറണേ, സൂക്ഷിച്ച്.
മൈക്ക് പോകല്ലേ, സൂക്ഷിച്ച്. പതുക്കെ വരണേ. ആ പതുക്കെ വരത്തുള്ളൂ ഞാൻ. പെതിയെ വാ. നീ കരയല്ലേ. എൻ്റെ അമ്മോ, ഞങ്ങൾ വരുന്ന വഴി കണ്ടോ? പോട്ട് പെതിയെ വരണേ. ആ ഇച്ചിരി റിസ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. മിനി ചക്കരെ കരയല്ലേ. വിശക്കുന്നോ? പിന്നെ വെള്ളം കുടിക്കണോ? പിന്നെ വാ. ആ നോക്കേ. தம்பி திரும்பி இறங்கு. திரும்பி இறங்குடா. இனிமேல் இறங்க கூடாது. இந்த ரூட் வேற ரூட் இருக்கா? எங்க? அது இன்னும் கொஞ்சம் டேஞ்சரா இருக்கும். அப்படிங்களா? ஓ த்ரில்லிங்கா இருக்கும். அங்கே சூப்பரா மேலே சூப்பர். மேலே செம்மையா இருக்கும். செம்மையா இருக்குல்லையே. கேர்ள்ஸ் ஆரெங்களும் இருக்கா அந்த பக்கம்? கேர்ள்ஸ் மோஸ்ட் ஆஃப் இருக்கும். എന്ത് പറ്റി? എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെരുപ്പിട്ടുണ്ട്. കുഴപ്പമില്ല, പ്രശ്നമില്ല. പോട്ടെ ஓகே. மேலே போனீங்கன்னா குரங்கு இருக்கும் பார்த்து. அப்படிங்களா? ஓ சேஃபல்ல. சேஃபெல்லாம் உண்டு. நீங்கள் எந்த ஒரு திங்ஸுமே எடுத்துறாதீங்க வெளியில். பேக்கில் திங்ஸ் எடுக்காதீங்க. ஓகே இதை வச்சு இங்கே அடிக்கிறதுக்கு குரங்கு கிட்ட வந்து கட்டிங்கன்னா ஓடிடும். இல்லையா? திங்ஸ் மட்டும் எடுக்காதீங்க. பிஸ்கெட் இல்லாட்டி இந்த இதெல்லாம் சாப்பிடுவீங்களா? எதுவுமே எடுக்காதீங்க. எடுக்காது இல்லையா? பேக்கை ஓப்பன் பண்ணிடுறாங்க. எது ஓப்பன் பண்ணால் உங்கள்கிட்ட வந்துடும். ഓക്കെ. ഇനി നമുക്ക് വടി ഉപയോഗിച്ച് നടക്കാം. ഫോൺ അങ്ങനെ താത്ത് വെക്ക്. ഫോൺ തിരിച്ചു വെക്കാം അല്ലേ? കാരണം കുരങ്ങനുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം ഫോൺ തിരിച്ച് വെക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കടന്ന് ഏറ്റവും മുകളിൽ പോകണം. പക്ഷേ റിസ്ക് ആണ്. ഫോണും ഇതും പിടിച്ച് നമ്മൾ കയറുന്നത്. ഒന്നാമത് ഇവിടെ പേടിത്തൂറിയും കൂടെ ഇരുന്ന് മുഖം ഇരിക്കുന്നു. നോക്കെ, നീ പേടിക്കാതെ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കൂ. ഓക്കെ അറിയോ? ഓക്കെ. അന്നേരം ഫോൺ ഓഫ് ആക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ച. പിന്നെ അവർ പറഞ്ഞു ഇവിടെ എടുക്കുന്ന ഫോട്ടോസെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളും. മേളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മേളോട്ട് ചെന്നാൽ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല എന്നാണ്. പോയല്ലേ? ഓക്കെ, എടുത്ത് വെക്കാം നമുക്ക്. എന്നിട്ട് ആയിക്കോട്ടെ. ഞങ്ങളങ്ങനെ ഏറ്റവും മുകളിൽ എത്താറായി. ഇവിടുന്ന് കുറച്ചും കൂടെ നടക്കാറുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയാൻ വയ്യ. അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഞങ്ങൾ നേരത്തെ വന്ന മലയാട്ടോ, തൊണ്ടയിലെ കാണുന്നത്. ആ വഴിയാണ് വന്നത്. ഉണ്ടോ, ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടെ? ഇവിടെ കയറി വരുന്ന കാര്യം വളരെ റിസ്ക് ആണ്. കണ്ടോ, ഈ പടിയുണ്ടോ? ഈ പടിയെന്ന് പറഞ്ഞാൽ കൈവിട്ട നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്താണ്. വേറൊന്നും പറയില്ല. ഉണ്ടോ? പക്ഷേ ഇവളെയും കൊണ്ട് എത്രയും കയറ്റം കയറും അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ വിനീഷ? പേടിയുണ്ടോ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലേ ഇത്രയും കഷ്ടമായിരിക്കും ഈ ഒരു കയറ്റം എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറില്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. ആരും ഈ വീഡിയോ കണ്ടിട്ട് വരാൻ നിൽക്കണ്ട. ഭയങ്കര ഡേഞ്ചർ ആണ്. അങ്ങനല്ല, ലൈഫിലൊക്കെ ഇത് ഒരു വട്ടമെങ്കിലും കാണണ്ടേ വിനീഷേ? കാണണം, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നോ? എന്തോ തിന് കരയുന്നു? ഇങ്ങോട്ട് കരയാതെ. അയ്യേ ശേ. ഓരോ പെൺകുട്ടികൾക്ക് നീ എന്തോ പറയുന്നേ, പ്രചോദനമാവേണ്ടതാണ്. റിസ്കുകൾ എടുക്കണം ജീവിതത്തിൽ കുറേയൊക്കെ, എന്നാലേ നമുക്ക് വിജയത്തിലെത്താൻ പറ്റൂ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇത്രയും എഫേർട്ട് എടുത്തതിൻ്റെ
ഒരു ഫലം ഉണ്ടാവുമല്ലേ. ഹേയ് പേടിക്കാതെ പോവാം. വാ. ക്യാമറ അങ്ങോട്ട്, ഞാൻ ഫോൺ സേഫ് ആണെങ്കിൽ മാത്രമേ ഫോൺ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുറത്തെടുക്കത്തില്ല കേട്ടോ അവിടെ. കാരണം കുരങ്ങന്മാരുണ്ട്. പോയ ആൾക്കാർ ഞങ്ങൾക്ക് തന്നിട്ട് പോയ ഒരു വടി കേട്ടോ അത്. ഇത് സൂക്ഷിച്ച് കൈ വെച്ചേക്കാൻ പറഞ്ഞു. വരുവാണെങ്കിൽ വീശുകയോ അടിക്കുകയോ ചെയ്താൽ അത് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഞങ്ങളങ്ങനെ ഒരുവിധം മുകളിലെത്തിയിട്ടുണ്ട്. ഒരു വിധമാണ്. ഇനി ആ ക്ഷേത്രം, പക്ഷേ നമ്മുടെ ക്ഷേത്രം അമ്പലം അവിടെ ആണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ചെല്ലണം. ഒരാൾ കരയോ കേട്ടോ. ഇനി ഇവിടെ കുറച്ച് പടികൾ ഇറങ്ങുന്നേ, അത് കണക്കാൻ ഇതോ അവിടെയും കയറാറുണ്ട്. ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ കണ്ടോ ആ ഒരു കാഴ്ച. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലേ പറ്റൂ. കരയല്ലേ? ഓക്കെ അല്ലേ? ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു ബ്ലോഗറും യാത്ര ചെയ്ത് കരയുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. നീ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് നല്ല പേടിയുണ്ട്. പോവാം. അതായത് നമുക്ക് ഏറ്റവും മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ ആയിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. വാ വടി പിടി. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ബാഗിൽ എടുത്ത് വെക്കാം ഫോൺ. വിശക്കുന്നോ? എന്നാലും എൻ്റെ മുകളിൽ ചെല്ലുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കേട്ടോ അതിൻ്റെ ഹൈറ്റ്. ഈ പടിയുണ്ടോ? ഈ പടി കൂടെ ഇങ്ങനെ, ഇവിടെ പടി നമുക്ക് റിസ്ക് ഇല്ല കേട്ടോ. നേരത്തെ ഉണ്ട് ഇരുമ്പ് പടിയാണൊക്കെ അല്ല ഈ പടിയെ. ഇത് നമുക്ക് ഇച്ചിരി കൂടെ സേഫാണ് കണ്ടോ. ഇതിങ്ങനെ നടന്ന് ഏറ്റവും മുകളിൽ ചെല്ലണം. നമുക്ക് മുകളിൽ ചെന്നിട്ട് കാഴ്ച കാണിക്കാല്ലേ. എന്തു പടി എൻ്റെ പൊന്നെ. ഇപ്പം കരയും കേട്ടോ, ഇപ്പം പൊട്ടും. അതേ കണക്ക് നിൽക്കുക. എന്തു പറ്റി? അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം കണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയൊരു കവാടം കേട്ടോ. ഇതിന് മുകളിലൊക്കെ ഇത് എങ്ങനെ വന്ന് പണിഞ്ഞേ? ഇതുണ്ടോ ക്ഷേത്രത്തിന്റെ ഭാഗം കേട്ടോ. ആയിരിക്കാം. പറ്റുമോ നമുക്ക് അവിടെ പോവാൻ നോക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് കയറാം. നമുക്ക് എന്തായാലും എൻ്റെ മുകളിൽ പോയിട്ട് വരാം. ഉണ്ടോ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ? ഉണ്ടോ ആൾക്കാർ ഇറങ്ങിയോ? അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്, ക്ഷേത്രം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഉയരം കയറിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കോടയാണ്. ഇവിടെ വരുന്ന വഴി കുറച്ച് വിരിച്ച് പറയാനൊന്നും പറ്റത്തില്ല, കാരണം എത്ര റിസ്ക് ഉള്ളൊരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിനീഷ് ഏതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രം എത്താറായി. ഞാൻ ചിന്തിക്കുന്നതല്ല, ആ ക്ഷേത്രത്തിൻ്റെ കാണുന്നില്ലേ അവിടെ എങ്ങനെ ആ കോൺക്രീറ്റ് ബിൽഡിങ് ചെയ്തു എന്നാണ് ഞാൻ ചിന്തിച്ചു വരുന്നത്. കണ്ടോ കോടയെന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയാ. നല്ല തണുപ്പില്ലേ? നല്ല തണുപ്പ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ അങ്ങനെ ആഹാരം പ്രതീക്ഷിച്ചല്ല ഇറങ്ങിയത്. ഇങ്ങനെ ഞങ്ങളൊരു പെട്ടെന്ന് ചെല്ലുന്ന രീതിയാണ്. ഞങ്ങൾ രാവിലെ 10:45 ഇറങ്ങിയ ഞങ്ങളാണ്. ഇപ്പം മണി എത്രയായി? 2:30 കഴിഞ്ഞു. എന്നാ ഫോണങ്ങ് ബാഗിൽ വെക്കും, സേഫ് അല്ല, കാരണം കുരങ്ങനുണ്ട്. അന്നേരം ഏറ്റവും മുകളിലോട്ട് പോകുന്നതോറും അങ്ങനെ കോട പോകുന്നുണ്ടോ? ഏറ്റവും മുകളിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടുത്തെ വീഡിയോ എടുക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ഉറപ്പ് പറയാനില്ല. എനിക്ക് എല്ലാ കാര്യവും നോക്കണം. മെയിനായിട്ട് എനിക്ക് പണിയിട്ട് ലഗേജാണ് അല്ലേ. ആയിക്കോട്ടെ, ഞങ്ങളങ്ങനെ ഏറ്റവും മുകളിലെത്തി കേട്ടോ. ഇവിടുത്തെ കാഴ്ച ഭംഗി. ബിനീഷേ മതിയടി, വാടി. ഒരു മലയാളികൾ പോലും ഇവിടെ വന്നിട്ടുണ്ടാവില്ല, കാണത്തില്ലല്ലേ? ഉറപ്പാ. നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളെല്ലാം പോയി കേട്ടോ. ഒന്നും കാണാൻ കഴിയില്ല കണ്ടോ. ഫുള്ള് മൂടൽ മഞ്ഞാണ്. ഫുള്ള് ഒന്നും കാണാനില്ല. ആ ഭാഗത്ത് എന്തോ പോലെ ചെറുതായിട്ട് കാണാൻ കഴിയും, അല്ലാതെ നമുക്ക് ഒരു കാഴ്ചയും കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു പ്രകൃതി ഭംഗി സൂപ്പറാണ് കേട്ടോ. വാ നമുക്ക് നോക്കാം. വാ, നമ്മളിപ്പം നിലവിൽ രാവിലെ 11:45 കയറി തുടങ്ങി, അല്ല 10:45 കയറി തുടങ്ങിയത്. ഇപ്പം മണി 3 ആവാറായി. ഇനി എപ്പോഴാണ് തിരിച്ചിറങ്ങുന്നത്? നിലവിൽ 3-4 മണിക്കൂർ എടുത്താണ് ഇവിടെ എത്തിയത്. പാടായില്ലേ? കോട വരുന്നുണ്ടോ? ഇതാണ് കോട. ബിനീഷേ വാ. ഒരു പെൺകുട്ടിയുമായിട്ട് ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞ റിസ്ക് ഉള്ള കാര്യം കേട്ടോ. കാട്ടുവാസില്ലടി, അതൊക്കെ അവരെ അവിടുത്തെ സ്വാമിമാരൊക്കെ ആയിരിക്കും, തലയിലൊക്കെ കെട്ടിയ. ഓക്കെ, നടന്നോ, ഫ്രണ്ടിലൂടെ നടന്നോ. വിനീഷേ പറയടി, ഇതെങ്ങനെ ഉണ്ടെന്ന് പറ. നീ
ഫുള്ള് കംപ്ലീറ്റ് പോയിരിക്കുക. കാരണം നിങ്ങൾ തന്നെ നോക്ക്, താഴോട്ട് നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങോട്ട് പോകണ്ട. എന്തുമാത്രം ഉയരത്തിൽ നിന്ന് ഞങ്ങൾ വന്നതാണ്, താഴ്ചയിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. ഒരു ആകാശമാണോ ഭൂമിയാണോ ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലുള്ള കോടമഞ്ഞാണ് കേട്ടോ. പ്രത്യേക സുഖമല്ലേ, എന്തോ നമ്മളെ കീഴ്പ്പെടുത്തിയാണ്. അയ്യോ, വാ. സത്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞായിരുന്നു കുറച്ച് ഹാർഡായാലും പ്രശ്നമില്ല, അവിടെ എത്തുമ്പോഴത്തേക്കും നല്ലതായിരിക്കും എന്ന്. പക്ഷെ ഇവിടെ എത്തുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. സോ ഡേഞ്ചറസ് ആൻഡ് എന്താ പറയുക, ഒരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ 25ാമത്തെ വയസ്സിൽ ഇത്രയും വലിയൊരു മല ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഹായണ്ണ, കാര്യമായി എൻ്റെ ഫോൺ എടുത്തു. അവരുടെ ഫേസ് ബ്ലറാക്കി വരണമെന്നാണ് പറഞ്ഞത്, കാണിക്കല്ലോ എന്ന്. നമ്മളങ്ങനെ ക്ഷേത്രത്തിലോട്ട് കയറാൻ പോവുകയല്ലേ. ഏറ്റവും ഇവിടെ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുകയാണ് ഇല്ലേ, കയറുമല്ലേ. ഓ മഹാദേവ. അതെന്ത് ടവറാണോ? റേഞ്ചുള്ള ടവറായിരിക്കാം, ഇടിമിന്നലേക്കായിരിക്കുള്ളതായിരിക്കും. ശിവനും പാർവതിയായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്. നമുക്ക് ശിവനെ പൂജിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് തിരുമേനിയായി മാറി പൂജിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കേട്ട് കഴിയുകയാണ്. ഇവിടെ ഉള്ളതാണോ അറിയാൻ വയ്യ. എന്നാലും നമുക്ക് മേലോട്ട് കയറുകയാണ്. വാ. വാ നമുക്ക് കയറി. വാ, മേലോട്ട് പോട്ട് കയറിക്കോ. ക്ഷേത്രം അവിടെ അല്ലേ? ഓ, ചെരുപ്പ് ഇട്ടാലേ കുരങ്ങെടുത്തുണ്ടോ എന്ത് ചെയ്യും? പോട്ടെ. വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി ഇവിടെ വരെ എത്തിച്ചല്ലേ, സന്തോഷമുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ പുകയാണെന്ന് വിചാരിക്കും. പുകയല്ല, മഞ്ഞാണ്, കോടമഞ്ഞ്. വാ. അയ്യോ, സൂപ്പർ 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 സൂപ്പർ. അയ്യോ, നീ പോയി തൊടുട്ടോ. അല്ല, സൈഡ് ഗാർഡുണ്ടല്ലേ, വേണ്ടോ? എളുമ എത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത് കണ്ടോ? ചെല്ലേ. ഇവിടെ കുരങ്ങനുണ്ടാണ്ടേ ചെരുപ്പ് ഇട്ടിട്ട് വെച്ചപ്പോൾ കുരങ്ങൻ എടുത്തുകൊണ്ട് പോകും ചെരുപ്പേ. എൻ്റെ മുകളിലൊരു കുളമുണ്ട് കേട്ടോ. ഇത് ഒരു കുളമാണ്, വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ? ആരുമില്ല. നന്ദി ഭഗവാനെ, ഞങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ചെരുപ്പ് കയ്യിൽ പിടിച്ചോ, ചെരുപ്പ് ഊരി കൈ പിടിച്ചോ. പോട്ടെ. എന്നാ തണുപ്പാ ഫിനിഷേ, തണുപ്പുണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് പെട്ടെന്നേ ഇവിടെ നിന്നിട്ട് ഇറങ്ങാനുള്ള പ്ലാൻ നോക്കാം. ഇപ്പോൾ കുരങ്ങൻ നിൽക്കുന്നു കേട്ടോ. ഇവിടെ ക്ലോസ്ഡ് ആയി കേട്ടോ, ആരുമില്ല.
അവർ പറഞ്ഞെന്തായിരുന്നു? ലഞ്ച് ബ്രേക്ക്. വാ. പോട്ടെ പോട്ടെ. അറിയാൻ വയ്യ. ഈ അമ്പലത്തിൽ ഇതൊക്കെ എടുത്തോ? ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രങ്ങൾ ഇത് എങ്ങനെ എടുത്തു, എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്രയും മല ചുമന്ന് താഴ്ന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പണിയണമെന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമല്ല കേട്ടോ. അല്ലേ, നമുക്കിട്ടിരിക്കാം അല്ലേ. ഫുള്ള് കോടയാട്ടോ. ഫുള്ള് കോടയെന്ന് പറഞ്ഞാൽ ഫുള്ള് കോട. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ മലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. ശിവനെ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യ. അവിടെ ക്ലോസ്ഡ് ആണ്. എന്താ അറിയാം, ഇവിടെ ആരെയും കാണാനില്ല. പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു പൂജയൊക്കെ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹം. ഇത്ര ഉയരത്തിൽ വന്നേലും ഇനി തിരിച്ചിറങ്ങാൻ പറ്റുന്ന കാര്യം ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. നിലവിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 7 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നത് നിലവിൽ 4 മണിക്കൂറുണ്ടല്ലേ. 4 മണിക്കൂറുണ്ട് യാത്ര ചെയ്ത് എത്തിയത്. ഇനി തിരിച്ചങ്ങൾ ഇറങ്ങണമെന്ന് വെച്ചാൽ മണി ഇപ്പം 3 കഴിഞ്ഞു. 3 കഴിഞ്ഞ് 4, 5, 6, 7 മണിയാവും. ഇവിടെ കറക്റ്റ് ഒരു 5:45 നേരെ ഇരുട്ടി തുടങ്ങും. 5:30 മുമ്പ് നേരെ ഇരുട്ടി തുടങ്ങും. ഈ പറഞ്ഞ 7 മണിയാകുമ്പോൾ കട്ട ഇരുട്ടാണ്. ഈ ഇരുട്ടത്ത് ഈ പെൺകുട്ടിയും കൊണ്ട് ഞാൻ എങ്ങനെ തിരിച്ചിറങ്ങും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. നേരെ തിരിച്ചിറങ്ങുന്ന നമുക്ക് പുറത്തു നിന്ന് തൊഴുതിട്ട് പോവാം. ഇപ്പോഴേ ഇറങ്ങാം. അപ്പോഴത്തേക്കും നമുക്കൊരു 5:30 ആകുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്തെങ്കിലും ചെല്ലും, ആ ചേട്ടന്മാരുടെ അടുത്തെങ്കിലും പോവാം. നീ കുഴഞ്ഞത് നമുക്ക് പറ്റും. ഇവിടെ സ്റ്റേ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിലോ? കിട്ടും, ചോദിച്ചു നോക്കാം. നാളെ രാവിലെ പോവാം ഇവിടുന്ന്. കിട്ടിയാലോ? വേണ്ട, എനിക്കൊരു പേടി പോലെ. നമുക്ക് താഴെ പോവാം. ആ ചേട്ടന്മാരുടെ അടുത്ത് പോയിട്ട് അവര് നമ്മളെ താഴെ കൊണ്ട് കാറിന്റെ അവിടെ വിടും. അവർ തിരിച്ചിറങ്ങൂല്ല, നിനക്കങ്ങ് അറിയാം. അവരിറങ്ങും. ഇല്ലെങ്കിൽ ആ ചേട്ടനോട് പറയാം നമ്മളെ കൊണ്ടുവിടാം. ഓക്കെ, എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ക്ഷേത്രം അടച്ചിട്ടേക്കുവാണ്. ഒന്ന് തൊഴുതിട്ട് വരാം. തൊഴുവാൻ നമ്മൾ എവിടെ തൊഴുകും? പുറമേ നിന്നൊന്ന് തൊഴുതിട്ട് നമുക്ക് ഇറങ്ങാൻ പോകുന്നുണ്ടോ? സത്യം പറഞ്ഞപ്പോൾ ഞാനും കുഴഞ്ഞു കേട്ടോ, വളരെ കുഴഞ്ഞു. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്ര യാത്ര 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുത്തിനുള്ള കയറ്റമാണ്. മൊത്തം കയറ്റമായിരുന്നു. അന്നേരം ഇറങ്ങുമല്ലേ. പക്ഷെ എനിക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആ കോണിപ്പടി ഉണ്ടല്ലേ, ഏകദേശം ഇങ്ങനെ നിൽക്കുവാണ്. ഈ ലെവലിൽ നിൽക്കുവാണ്. ഇങ്ങനെയല്ല സാധാരണ പടി വരുന്നത്, ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അന്നേരം ആ പടി ഇറങ്ങുന്ന കാര്യമാണ് പാട്. റിവേഴ്സ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇറങ്ങാം, പോവാം. ശരി, എന്നാൽ ഗുഡ് ബൈ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യരുത്. അമ്പലത്തിന് മുകളിലത്തെ കാഴ്ച ഇതൊക്കെ ഉള്ളൂ, വേറെ വലുതായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫോൺ അലോഡല്ല. നിലവിൽ അത് അമ്പലം ക്ലോസ്ഡും ആണ്. വന്നപ്പം വിഷമമുണ്ട്. ചിലപ്പം കാണുമായിരിക്കും, ഞങ്ങളൊന്ന് തിരക്കി നോക്കട്ടെ. നമ്മളെ ക്ഷേത്രത്തിന് ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള കാഴ്ചയാണ്. ബിനീഷ് അകത്ത് തൊഴുവാൻ കയറിയിട്ടുണ്ട്. കാളിയന്മാരോട് വേണമെങ്കിൽ ഞാൻ ചെരുപ്പിന് കാവലിരിക്കുവാണേ, അല്ലെങ്കിൽ കുരങ്ങന്മാരെടുത്തോണ്ട് പോയി കളയും. നോക്കി നിൽക്കുക ബ്ലഡി ഫുൾ. ചൊറിയുന്നോക്കെ.
ഞാനേ ക്ഷേത്രത്തിനകത്ത് കയറി നമുക്കിവിടെ സ്വയമേ നമുക്ക് എല്ലാം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിനാണെങ്കിൽ നമുക്ക് പൂജ നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് കാണിക്കുവാണ് കേട്ടോ കാഴ്ചകൾ. ഇതൊന്നും നമുക്ക് വിരിച്ച് പറയാൻ അറിയില്ല, പെട്ടെന്നൊരു അവസരം കിട്ടിയാണ് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, മഹാദേവന് അവിടെ ഇരിക്കുന്നത്. നമുക്ക് അമ്പലത്തിനകത്ത് ഇങ്ങനെയാണ് കയറുന്നത്. ശ്രീകോവിലിനകത്തൂടെ കയറിയാണ് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നത്. ഇതിപ്പോൾ ശ്രീകോവിലിനകത്താണ്. നമുക്കിതാ ഈ ശ്രീകോവിലിനകത്തൂടെ കയറാൻ പറ്റും കേട്ടോ. ശ്രീകോവിലാണ്. അങ്ങനെ ശ്രീകോവിലിനകത്തോട്ട് കയറുകയാണ്. നമുക്കിവിടെ പൂജ കണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും വന്ന് പൂജ ചെയ്യാൻ കഴിയും കേട്ടോ. കേട്ടോ, ഇത് മഹാദേവനാണ്. ഇത് നന്ദി ഭഗവാനാണ് ഇരിക്കുന്നത്. മഹാദേവന്റെ അടുത്താണ് നമുക്ക് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ശ്രീകോവിലിനകത്തുള്ള കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത്. മെയിൻ ശ്രീകോവിലിനകത്തുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതും ശ്രീകോവിലിനകത്തെ കാഴ്ചയാണ് കേട്ടോ. ഇതും ക്ഷേത്രമാണ് കേട്ടോ. ഉണ്ടോ, ഒരുപാട് രൂപങ്ങൾ ഇരിപ്പുണ്ട്. അത് നടുക്ക് മഹാദേവന്റെ ഒരു വിഗ്രഹവും ഇരിപ്പുണ്ട്, ശിവലിംഗവും ഇരിപ്പുണ്ട്. ഈ മെയിൻ കേട്ടോ ഇവിടെ നന്ദി ഭഗവാൻ ഇരിപ്പുണ്ട്. അതിന് ഓപ്പോസിറ്റ് മഹാദേവന്റെ ഒരു കാണാൻ കഴിയും. ഇതൊരു ഇതാണ് ഇവിടുത്തെ മെയിൻ ശ്രീകോവിലാണ് കേട്ടോ. ഇത് വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാം കേട്ടോ. ഓക്കെ, ഫുൾ ഇരുട്ടാണ്, പ്രകാശമൊന്നും ഇതിനകത്ത് കിടക്കില്ല. പ്രകാശം എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ അണയാത്ത ആ ഒരു വിളക്ക് മാത്രമാണ് കേട്ടോ. ഇതാണ് മഹാദേവന്റെ പ്രതിഷ്ഠ. ഓക്കെ, കാരണം ഈ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ. കാരണം ഇത്രയും ഉയരത്തിൽ വന്നിട്ട് നമുക്ക് മഹാദേവനെ കാണാൻ കഴിയാതെ പോകുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ആരുമില്ല, അടച്ചിട്ടിരുന്നായിരുന്നു. ഞങ്ങൾ അങ്ങനെ അപ്പുറത്തേക്ക് സംസാരിച്ചപ്പോൾ അവരാണ് ഞങ്ങൾക്ക് തുറന്നു നിന്ന് അകത്തോട്ട് കയറാൻ ഉള്ള അനുവാദം തന്നത് കേട്ടോ. അന്നേരം ഈ ഒരു രീതി എനിക്ക് കവർ ചെയ്യാൻ പറ്റും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ ആദ്യമേ ഒന്ന് കയറി അനുവാദം ദൈവത്തിനോട് മഹാദേവരുടെ അടുത്തും നന്ദിയോടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടെ പുറമേ ആൾക്കാരുണ്ട്, അവരും എടുത്തോളാൻ പറഞ്ഞു. അന്നേരം എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഹായ് കൂട്ടരെ, ഞങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുവാണേ. ബാങ്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയ ഒരു എങ്ങനെ ഒരു 2 മണിക്കൂറിൽ താഴെ ചെല്ലാൻ പറ്റുമെന്ന് പറയും. കയറുന്നതൊക്കെ ഇറങ്ങുന്നത് പെട്ടെന്ന് താഴെ ചെല്ലാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, അതും സാധിച്ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബായ്. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇറങ്ങി താഴെ വരാൻ നേരത്തെ കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു കയറിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4800 അടിയാണ്. ചിന്തിച്ചു നോക്കേ, 4800 അടി. ഇന്നത്തെ ദിവസം പോയി, ഇനി പറ്റത്തില്ല. പിന്നെ ഇനി ഒന്നിനും പറ്റില്ല. പിന്നെ മെയിൻ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്നത്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് മെയിനായിട്ട് നമുക്ക് കയറി ആരാധിക്കാം, പൂജ ചെയ്യാം. പൂജയാണ് അല്ലേ? One of my best experience in this. Okay.